ഹായ്, ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് GST ആണ്. GSTയിലെ പാർട്ട് 17, പാർട്ട് 16 വരെയുള്ള GSTയുടെ പാഠഭാഗങ്ങളും ഇൻകം ടാക്സിൻ്റെ വന്ന പാഠഭാഗങ്ങളും നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനപ്പെട്ട എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്ക് നോക്കുക. എന്താണ് ജേണൽ എൻട്രീസ് ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്? ഏതിനുള്ളത്? റൂൾ 36(4) നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പാർട്ട് 16 നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് റൂൾ 36 സബ് റൂൾ 4 എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്നും എങ്ങനെയാണ് അതിലെ ITC ക്ലെയിം ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും ഇപ്പോഴ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചും സെപ്റ്റംബർ വരെ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ആ പാഠഭാഗത്ത് പാർട്ട് 16 പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്നുകൂടി ഇത് കാണുന്നതിന് മുമ്പേ കാണുക. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ GST കുറച്ചും കൂടി എല്ലാവർക്കും ടഫായിട്ട് ഫീൽ ചെയ്യാൻ കാരണം ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളും സെൽഫ് അസസ്മെൻറ്റ് ബേസിലാണ്. അതായത് ബിസിനസ് നടത്തുന്നതും മന്ത്ലി അതിനുള്ള ടാക്സ് ടേൺ ഓവറിൻ്റെ മുകളിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എത്ര ഇൻപുട്ട് എടുക്കാവുന്നതും അതൊക്കെ കഴിഞ്ഞിട്ട് ആനുവൽ ആയിട്ടുള്ള റിട്ടേണിനുള്ള ഡാറ്റാസ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഉൾപ്പെടെ എല്ലാം സെൽഫ് അസസ്മെൻറ്റിൻ്റെ ബേസിലാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബറിലടക്കം ഒരുപാട് ഓണേഴ്സ് ഉണ്ട്. അപ്പോൾ ബിസിനസ് ഓണേഴ്സും ഇപ്പോഴും GST പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ താല്പര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രധാനപ്പെട്ട റിട്ടേണുകളിലും താഴെ അവരാണ് സിഗ്നേച്ചർ ഇടുന്നത്. ഇപ്പം ആനുവൽ റിട്ടേണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആനുവൽ റിട്ടേണിലടക്കം അതിൻ്റെ കീഴെ സൈൻ ചെയ്യുന്നത് ഈ ഒരു സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട പൊസിഷനിലാണോ ആരാണോ മാനേജിങ് പാർട്ട്ണറോ മാനേജിങ് ഡയറക്ടറോ അങ്ങനെയുള്ളവരായിരിക്കും. അപ്പോൾ അവരാണ് ഇതൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രൂ ആൻഡ് ഫെയർ ആണ്, എല്ലാം സത്യസന്ധമാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കീഴെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന എന്ത് കോംപ്ലിക്കേഷനിലും എന്തിൻ്റെയും ലയബിലിറ്റി ആയിരിക്കാണ് ഈ സൈൻ ചെയ്യുന്ന അതോറിറ്റിക്ക് തന്നെയാണ്. ഇപ്പോഴെത്ര അക്കൗണ്ട്സിലെ ആൾക്കാർ ടോപ്പായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ കൂടെ തന്നെ ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് എല്ലാ ഓണേഴ്സും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, കാരണം എനിക്ക് തോന്നുന്നു മുമ്പ് മാർക്കറ്റിങ്ങിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലാണ് ഓണേഴ്സ് കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിലൊരു ഭാഗം അക്കൗണ്ട്സ് ഓഫീസിലും അവർ ചിലവഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാം നടക്കുന്ന കാര്യങ്ങളും അവർ കൂടി അറിയണം. എന്നെങ്കിലേ ഈ ഒപ്പിടുന്നതിന് അവർക്കൊരു ധൈര്യം വരും. ഇല്ലെങ്കിൽ തെറ്റ് വരുത്തിയിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ ബാധ്യതകളും വരുന്നത് ആർക്കാണ്? ഓണേഴ്സിന് തന്നെയായിരിക്കും. മാനേജിങ് പാർട്ട്ണർക്കോ മാനേജിങ് ഡയറക്ടർക്കോ ആരാണോ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ. അതുകൊണ്ട് തന്നെ GST റൂളിനെ കുറിച്ച് എല്ലാവരും അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർ കൂടാതെ ഓണേഴ്സോ അഡ്മിനിസ്ട്രേഷൻ മാനേജറോ എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറയും ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നൊരു ചൊല്ലുണ്ട്. അതായത് നമുക്ക് നിയമത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് അത് പാലിക്കാതിരിക്കുന്നതിനുള്ള ഒരു ഒഴിവുകഴിവല്ല. ഏതെങ്കിലും ഒരു റൂള് നമ്മൾ പാലിച്ചില്ല, അപ്പോൾ അതെന്താ പാലിക്കാതെ ആ റൂളിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ റൂളുകളെ കുറിച്ചും പരമാവധി മനസ്സിലാക്കി എടുക്കേണ്ടത് എല്ലാവർക്കും നല്ലതാണ്. കാരണം വെച്ചാൽ അക്കൗണ്ട്സിൽ അവർ ഒപ്പരം തന്നെ അവരുടെ ഓണേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാനൊരു സ്മൂത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 36 സബ് റൂൾ 4 കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഭാഗങ്ങൾ, കാരണം കഴിഞ്ഞ പാഠത്തിൽ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്കും അത് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്ത് 2 പാർട്ടാക്കിയത്. ഇതിൻ്റെ അകത്ത് ജേണൽ എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്യുക, ഇത്തരം സിറ്റുവേഷനിൽ ജേണൽ എൻട്രി എങ്ങനെയാണ് പാസ് ചെയ്യുക എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിനു മുമ്പേ ഈ ജേണൽ എൻട്രിയിൽ എത്തുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പോയിന്റിലേക്ക് കടക്കാം. നോക്കുക. ഒന്ന്, ഇത് തുടങ്ങിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ആദ്യം 20% ആയിരുന്നു ഈ റൂൾ ഉണ്ടായത്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഒക്ടോബർ ടു ഡിസംബർ 20% ആയിരുന്നു. ജനുവരി 2020 ഓൺവേർഡ്സ് ആണ് 10%ലേക്ക് എത്തിയത്. അപ്പോൾ ഇത് ഏതിനെ ബാധിക്കുന്നതാണ്? ഫിനാൻഷ്യൽ ഇയർ 19-20 ബാധിക്കുന്നതാണ്. ഫിനാൻഷ്യൽ ഇയർ 19-20, അതായത് ഒക്ടോബർ
2019 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അത് വിത്ത് എഫക്റ്റ് ഏത് ഡേറ്റ് ആണെന്ന് നോക്കുക. അതായത് ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ വിത്ത് എഫക്റ്റ് ഫ്രം 9th October 2019. 9th October 2019. അതിനാൽ ഇതിനു മുന്നേ ITC അവൈൽ ചെയ്ത ബില്ലിന് ഒന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. അതായത് ഈ റൂള് ബാധകമാകുന്നത് 9/10/2019 മുതലാണ്. അതിനു മുന്നേ നിങ്ങൾ പർച്ചേസ് ബില്ല് കിട്ടി അതിൻ്റെ മുകളിൽ ITC ക്ലെയിം ചെയ്ത അത്തരം ബില്ലുകൾക്കൊന്നും ഈ നിയമം ആപ്ലിക്കബിൾ അല്ല അർത്ഥം. 9/10/2019 ശേഷം ലഭിച്ച ഇൻപുട്ടുകൾക്ക് മാത്രമേ, അതിനുശേഷം ലഭിച്ച ബില്ലിനും ഇൻപുട്ടുകൾക്കും മാത്രമേ ഈ റൂള് ആപ്ലിക്കബിൾ ആവൂ എന്ന് അർത്ഥം. ഓക്കെ. പിന്നെ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, RCMന് ഈ റൂള് ആപ്ലിക്കബിൾ അല്ല. RCMന് ഈ റൂൾ ആപ്ലിക്കബിൾ അല്ല. അത് ഒന്നും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, അതായത് GSTR 1 നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻവോയ്സിനും ഡെബിറ്റ് നോട്ടിനും അത്തരം കാര്യങ്ങൾക്ക് മാത്രമേ ഈ റൂള് അപ്ലൈ ആവുന്നുള്ളൂ. നിങ്ങൾക്ക് RCMന്റെ മുഴുവൻ ഇൻപുട്ടും അത് എപ്പോഴാണോ ക്ലെയിം ചെയ്യുന്നത്, അത് ഈ മാസം ഫയൽ ചെയ്യുന്നതാണെങ്കിൽ അടുത്ത മാസം ക്ലെയിം ചെയ്യലല്ലേ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തന്നെ മുഴുവൻ ITCയും ക്ലെയിം ചെയ്യാം. ഓക്കെ. RCMന് ഈ നിയമം ബാധകമല്ല. ഓക്കെ. ഇനി ഇത് ITC കാൽക്കുലേഷന് വേണ്ടിയുള്ള കട്ട് ഓഫ് ഡേറ്റ് ഏതാണെന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് GSTR 2 വന്നതിന്റെ മുകളിൽ 10% എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ഡേറ്റിനുള്ള GSTR 2A ആണ് നമ്മൾക്ക് ആ GSTR 2A മുകളിലാണ് നമ്മൾ ഈ 10% അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം, ഏതാണ് കട്ട് ഓഫ് ഡേറ്റ്, ഏത് ഡേറ്റിനുള്ള GSTR 2A മുകളിലാണ് ഈ റൂള് അപ്ലൈ ചെയ്യേണ്ടത്. റൂള് പറയുന്നത് 11th നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുന്ന GSTR 2A മുകളിലാണ് ഈ 10% റൂള് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? അതായത് സക്സീഡ് മന്തിൽ 11th. സപ്പോസ് ഇത് ജൂണിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ GSTR 2A പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് അടുത്ത ജൂലൈ 11th. ആ 11th GSTR 2A മുകളിലാണ് ഈ 10% റൂള്, അതായത് 36 സബ് റൂൾ 4 അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ. അപ്പൊ അതാണ് ആ 3 പോയിന്റ് ശ്രദ്ധിക്കുക. ഒന്ന് 9/10/2019. 9/10/2019 ഈ റൂള് ആപ്ലിക്കബിൾ ആകുന്നത്. അതിന് പിന്നോട്ട് വന്ന ബില്ലുകൾക്ക് അത് ബാധകമല്ല. 9/10/2019 ശേഷം വന്നിരിക്കുന്ന ബില്ലുകൾക്ക്, ഇൻവോയ്സുകൾക്ക്, ഇൻപുട്ടുകൾക്ക് ഈ റൂള് ആപ്ലിക്കബിൾ ഉള്ളൂ. രണ്ടാമത്തത് RCMന് ഈ റൂള് ആപ്ലിക്കബിൾ അല്ല. മൂന്നാമത്തത് കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് സക്സീഡിങ് മന്ത്, അതായത് ഏത് മാസത്തെ റിട്ടേൺ ആണോ നിങ്ങൾ ഫയൽ ചെയ്യുന്നത് അതിന്റെ അടുത്ത മാസത്തെ 11th പ്രിന്റ് ഔട്ട് എടുക്കുന്ന GSTR 2A മുകളിലാണ് നിങ്ങൾ ഈ 10% റൂള് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ജേർണൽ എൻട്രിയുടെ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. ഒന്നാമത്തെ എൻട്രി, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു GST ഇൻപുട്ട് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ GST ഇൻപുട്ട് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇവിടെ 1 lakh പർച്ചേസ് ആണെന്ന് കരുതുക. അതുകൊണ്ട് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു 1 lakh, GST ഇൻപുട്ടിനെ ഡെബിറ്റ് ചെയ്തു. ഇവിടെ നോർമലി നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST എന്ന് പറഞ്ഞിട്ടാണ് ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് കാണിക്കുക. അതേപോലെ തന്നെ കാണിക്കും. ഇവിടെ സമ്മറൈസ് ചെയ്തിട്ട് ഞാൻ എളുപ്പത്തിന് ഒറ്റ എൻട്രിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് സാധാരണ നിങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പർച്ചേസിന്റെ എൻട്രി തന്നെയാണ് ഇവിടെ വരിക. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് CGST ഡെറ്റർ, ഇൻപുട്ട് SGST ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ 1 lakh ഇൻപുട്ട് 9,000 കൂട്ടിയിട്ട് 18,000, അങ്ങനെ ക്രെഡിറ്റേഴ്സിന് 1,18,000. നരേഷൻ എഴുതി ബീങ് പർച്ചേസ് മെയ്ഡ്, പഴയ അതേ ജേർണൽ എൻട്രി തന്നെ. ഇനി ഇവിടെ മനസ്സിലാക്കുക, നോട്ട് ഇൻപുട്ട് ഫോർ ദ മന്ത് ഓഫ് ജനുവരി 2020. ഇത് ജനുവരി 2020 ഒരു എൻട്രിയാണ് കാണിച്ചിരിക്കുന്നത്. ഈസ് ₹18,000. ഇൻപുട്ട് എത്രയാണ്? 18,000 ആണ്. ബട്ട് അപ്ലോഡഡ് ബൈ സപ്ലയർ ഈസ് ഓൺലി 10,000. ഇനി സപ്ലയർ അപ്ലോഡ് ചെയ്തത്, അപ്പൊ GSTR 2A വന്നത് എത്രയാണ്? 10,000 മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അതിന്റെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന, അതായത് റൂള് 36 സബ് റൂൾ 4 അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ്? ആദ്യം എലിജിബിൾ ഇൻപുട്ട് അത്
ഈ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് മുഴുവൻ എലിജിബിൾ തന്നെയാണ് എന്ന് കരുതുക, ഇൻഎലിജിബിൾ ഇല്ല. അതുകൊണ്ട് എലിജിബിൾ ഇൻപുട്ട് ഈസിക്കൽ ടു എലിജിബിൾ ഇൻപുട്ട് പ്ലസ് 10% ഓഫ് എലിജിബിൾ ഇൻപുട്ട്. എത്രയാണ് എലിജിബിൾ ഇൻപുട്ട് 2A വന്നത്? 10,000 പ്ലസ് 10% ഓഫ് 10,000 എത്രയാണ്? 1,000. അങ്ങനെയാണെങ്കിൽ 11,000 ആണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ 18,000 നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുണ്ട്. നമുക്ക് GSTR 2A ഈ റൂള് 36 സബ് റൂൾ 4 അപ്ലൈ ചെയ്താലും എടുക്കാൻ പറ്റിയത് 11,000 ആണ്. അപ്പോൾ അടുത്ത ജേണൽ എൻട്രി എഴുതാൻ നോക്കുമോ? ഏതിനുള്ളതാണ് അടുത്ത ജേണൽ എൻട്രി? അതേ മാസം തന്നെ അടുത്ത ജേണൽ എൻട്രി വരേണ്ടത് GST deferred input account debtor 7,000 to GST input account 7,000. അതായത് 18,000 ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വന്നത് 11 നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റൂ. എത്ര എമൗണ്ട് ആണ് ഡെഫേർഡ് അക്കൗണ്ടിലേക്ക് പോവുക? എടുക്കാൻ പറ്റാണ്ട് അവിടെ ടെമ്പററി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് GST deferred input account എന്ന ലെഡ്ജർ ഹെഡ് ക്രിയേറ്റ് ചെയ്യുക, അതിന് ഡെബിറ്റ് ചെയ്യുക, 7,000 കാണിക്കുക, എന്നിട്ട് GST ഇൻപുട്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോഴെന്ത് ചെയ്യും? ഈ 18 7 അങ്ങോട്ട് പോകും. കാരണം ഇവിടെ ഇൻപുട്ടിൽ ഡെബിറ്റിൽ എത്രയുണ്ട്? 18 ഉണ്ട്. ഇവിടെ GST ഇൻപുട്ടിൽ ക്രെഡിറ്റിൽ 7,000 ഉണ്ട്. അപ്പോൾ അവിടെ എത്രയാവും? 11,000 മാത്രം ക്ലെയിം ചെയ്യാനുള്ള ഇതാവും. കാരണം 18 അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലുണ്ട്. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് 11 എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 7,000 ഇതിലേക്ക് മാറ്റി GST deferred input അക്കൗണ്ടിലേക്ക് മാറ്റി. അങ്ങനെ 7,000 അവിടുന്ന് കുറഞ്ഞു. ഇനി അപ്പോൾ നരേഷൻ കൊടുത്തു ബീങ് deferred input അക്കൗണ്ട്. ഓക്കെ, ഇനി അടുത്ത എൻട്രി ഇത് സെറ്റ് ഓഫ് ചെയ്യുന്നതിനുള്ള നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനുള്ള എൻട്രി ആണ്. എന്താണ്? GST ഔട്ട്പുട്ട് 25,000 ആണെന്ന് കരുതുക. 18,000 ആണ് ബുക്സ് ഓഫ് അക്കൗണ്ടിലെ ഇൻപുട്ട്. നമ്മൾ ഇനി പറയുന്നത് ഔട്ട്പുട്ട് ആ മാസത്തേത് 25,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡെബിറ്റ് ചെയ്യുക GST ഔട്ട്പുട്ട് അക്കൗണ്ട് ഡെറ്റർ 25,000 ടു GST ഇൻപുട്ട്. എത്ര എടുക്കാൻ പറ്റൂ? 11. കാരണം 18 7 പോയി. ഇനി ബാലൻസ് എത്രയേ അവിടെയുള്ളൂ? 11,000 മാത്രമേ ഉള്ളൂ. അതിനെ ക്രെഡിറ്റ് ചെയ്തു. GST ഇൻപുട്ട് അക്കൗണ്ട് 11,000. അപ്പോൾ 25 11 കഴിച്ചാൽ ഇനി എത്ര അടക്കാനുണ്ടോ? 14,000 ടു GST പേയബിൾ അക്കൗണ്ട് 14,000. ഇങ്ങനെയാണ് ആ ലാസ്റ്റ് എൻട്രി കൂടി വരിക. അതിന് നരേഷൻ കൊടുത്തു ബീങ് GST പേയബിൾ ഫോർ ജനുവരി 2020. ഇത്രയാണ് അടക്കാനുള്ളത് പറഞ്ഞാൽ. ഇനി അടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ എൻട്രി കൂടി പാസ് ചെയ്തിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യുക. ഇനി ഒരു മാസത്തെയും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ജനുവരി മാസത്തെയാണ്. ഫെബ്രുവരി മാസത്തെ എൻട്രി കൂടി എങ്ങനെയാണ് നോക്കുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആ കണ്ടിന്യൂഷൻ നമ്മളിപ്പം അതായത് ജനുവരിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ എത്ര 18,000 ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വന്നു. എത്രയും 2A ഉള്ളൂ? 10,000 ഉള്ളൂ. ഇനി 8,000 വരാനുണ്ടല്ലോ. അത് ഇനി അടുത്ത വരും മാസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു കണ്ടിന്യൂഷൻ എന്ന ഒരു സങ്കല്പത്തിലാണ് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ അടുത്ത മാസം വരുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുകൂടി ആ എൻട്രി പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെബ്രുവരി എടുത്തിട്ടുണ്ട്. ഫെബ്രുവരി ആക്ച്വലി ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ കണ്ടിന്യൂഷൻ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഫെബ്രുവരി ഞാൻ എടുത്തിരിക്കുന്നത്. ഫെബ്രുവരി ഈ റൂൾ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത് ജസ്റ്റ് ഈ എൻട്രി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഫെബ്രുവരി എടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത മാസം എങ്ങനെയാണ് എന്ന് നോക്കും. ഫെബ്രുവരിയിൽ സെയിം അതുപോലെ തന്നെ പർച്ചേസ് എൻട്രി പാസ് ചെയ്തു. 80,000 പർച്ചേസ് ഉണ്ടായിരുന്നു. ഇൻപുട്ട് 14,400 ആണ്. ക്രെഡിറ്റേഴ്സ് 94,400 ആണ്. ബീങ് പർച്ചേസ് മെയ്ഡ് ഔട്ട് ഓഫ് 14,400 അപ്ലോഡഡ് ബൈ സപ്ലയർ ഈസ് 11,000 മാത്രമാണ് ഏതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്? 2A വന്നിരിക്കുന്നത്. 14,400 ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള അപ്ലോഡഡ് ബൈ സപ്ലയർ എത്രയാണ്? 11,000. അപ്പോൾ 2A വന്നിരിക്കുന്നത് 11,000 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എലിജിബിൾ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയാണെന്ന് നോക്കുക. 11,000 പ്ലസ് 10% ഓഫ് 11,000 എത്രയാണ്? 11,000 പ്ലസ് 1,200. അങ്ങനെ ടോട്ടൽ 12,100 ആണ് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട്. അപ്പോൾ 12,100 അതിൻ്റെ അകത്ത് കിഴിക്കുക. 14,400 മൈനസ് 12,100 എത്ര? 2,300. അടുത്ത രണ്ടാമത്തെ എൻട്രി പാസ് ചെയ്യുക. GST deferred input account debtor 2,300 to GST input account 2,300. നരേഷൻ ബീങ് ഇൻപുട്ട് ഡെഫേർഡ് എന്ന് കാണിക്കുക. അപ്പോൾ ഈ 2,300 എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ 14,400 ആണ്. നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 12. ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 12,100 ആണ്. ബാക്കി വരുന്ന എമൗണ്ട് ആണ് ഡെഫേർഡ് അക്കൗണ്ടിലേക്ക് ഫെബ്രുവരി മാസത്തിൽ ട്രാൻസ്ഫർ ചെയ്തത്. ഇനി ഫെബ്രുവരി 2020 ഇത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് എത്രയാണെന്ന്
എങ്ങനെയാണെന്ന് നോക്കുക. GST ഔട്ട്പുട്ട് അക്കൗണ്ട് 30,000 ആണ് എന്ന് കരുതുക. ടു GST ഇൻപുട്ട് അക്കൗണ്ട് 12,100 നമുക്ക് എടുക്കാൻ പറ്റുന്ന കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് അവിടെ കാണിച്ചു. ഇനി ജനുവരി മാസത്തെ 4,000 രൂപയുടെ ഇൻപുട്ട് ഫെബ്രുവരി മാസം വന്നിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 4,000 ഇൻറ്റു 10%, 4,400 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എടുക്കാം. GST ഡെഫേർഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മൾ ക്രെഡിറ്റ് കാണിച്ചു. അപ്പോൾ നേരത്തെ അതിൻ്റെ അകത്ത് നമുക്ക് എത്ര കിട്ടി, അവിടെ 7,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ എടുത്തത് 4,400 കാരണം ആ 7,000 വരാത്ത 7,000 ജനുവരിയിൽ 7,000 ഫെബ്രുവരിയിൽ 4,000 വന്നിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ 10% 4,400 നമ്മൾ എടുത്തു. അപ്പോൾ അതും കൂടി ഇവിടെ ക്ലെയിം ചെയ്തു. 30,000 ഫെബ്രുവരി മാസം അടക്കാനുള്ളത്, 12,100 ആ മാസം ക്ലെയിം ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. അതിനുശേഷം പഴയ മാസത്തെ 4,000 വന്നിട്ടുണ്ട്, അതിൻ്റെ 4,400 ക്ലെയിം ചെയ്തു. പിന്നെ ലെസ് ചെയ്യുമ്പം എത്രയുണ്ട്, ഇത് രണ്ടും കൂടിയിട്ട് 16,500 അപ്പോൾ 30,000 അത് കഴിക്കുമ്പോൾ നമുക്ക് ഇനി അടക്കാൻ വരിക 13,500 അതിന് GST പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. 13,500 ബീങ് GST പേയബിൾ. ഇങ്ങനെയാണ് ജേണൽ എൻട്രി കാണിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പഴയത് ഇങ്ങനെ കയറി വരുന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടാത്ത സമയങ്ങളിലൊക്കെ, ലഭിക്കാത്ത മാസങ്ങളിലൊക്കെ GST ഡെഫേർഡ് ഇൻപുട്ട് അക്കൗണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യും. ഏതൊക്കെ മാസങ്ങളിലാണ് അവൈലബിൾ എന്നതിനനുസരിച്ചിട്ട് അതാത് മാസങ്ങളിൽ എന്ത് ചെയ്യുക, അതിനെ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അത്രയും അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് ക്ലെയിം ചെയ്യുക. ആ വന്ന ഇൻവോയ്സ് ഇൻറ്റു 10% ക്ലെയിം ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി പാസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ശരിക്ക് ചെറിയ വ്യാപാരികളുടെയും വലിയ വ്യാപാരികളുടെയും വർക്കിംഗ് ക്യാപിറ്റലിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്ത ഒരു കാര്യം കൂടിയായിരുന്നു. പിന്നെ ഈ റൂൾ കൊണ്ടുവരുന്ന സമയത്ത് ഗവൺമെന്റ് ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വാർട്ടേർലി ഫയൽ ചെയ്യുന്നവരുടെ ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഈ സമയത്ത്. കാരണം നമ്മൾ കുറെ പർച്ചേസ് ക്വാർട്ടേർലി ഫയൽ ചെയ്യുന്നവരുടെ നിന്നാണ് പർച്ചേസ് ചെയ്യുക എന്ന് കരുതുക. നമ്മൾ ഈ മാസം തന്നെ എന്ത് ചെയ്യും, ഈ മാസത്തത് അടുത്ത മാസം ഫയൽ ചെയ്യുമ്പം ക്ലെയിം ചെയ്യാൻ നോക്കും. അതേസമയം ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് ക്വാർട്ടേർലി ഫയൽ ചെയ്യേണ്ടു. അപ്പോൾ ആ ക്വാർട്ടേർലി കഴിഞ്ഞിട്ടുള്ള 2A ആയിരിക്കും വരിക. ഇപ്പോഴും നമ്മൾ കറണ്ട് 11th പ്രിന്റ് എടുക്കുന്ന 2A ഏതുണ്ടാവില്ല, ഈ ഇൻപുട്ടുകളൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതും വലിയൊരു വിഷയമായിരുന്നു. ആ ഒരു കാര്യങ്ങളും ഈ റൂള് കൊണ്ടുവരുന്ന സമയത്ത് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതും കുറെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മനസ്സിലായത്. വർക്കിംഗ് ക്യാപിറ്റലിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് ഈ റൂള് എഫക്ട് ചെയ്തുകൊണ്ടിരുന്നതിന് ഫോർ ദ ടൈം ബീങ് ഫെബ്രുവരി ടു സെപ്റ്റംബർ ഗവൺമെന്റ് പോസ്റ്റ്പോൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഫെബ്രുവരി ടു സെപ്റ്റംബർ എന്നല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റിലെത്തി സെപ്റ്റംബറിൽ എന്ത് ചെയ്യണം, കുമുലേറ്റീവ് എഫക്റ്റിൽ സെറ്റ് ചെയ്യണം. അതുവരെ നോക്കാണ്ട് സെപ്റ്റംബറിൽ പോയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താവും, ഇൻപുട്ടിൽ ഷോർട്ടേജ് വരും. അതിന് മുന്നേ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ ജേണൽ എൻട്രിയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ആദ്യ പോയിന്റുകളും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.